ഇന്ന് മക്കൾക്ക് മദ്രസ ഇല്ലാത്തൊരു ദിവസാട്ടോ. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മളവിടെ മക്കൾക്ക് മദ്രസ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വൈകിട്ട് തന്നെയാണ് ഇപ്പോൾ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കറി വെക്കാനുള്ള കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി കട്ട് ചെയ്തതും സവാള കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കടലക്കറി അവിടെ വെന്ത് വരട്ടെ. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പുട്ടുപൊടി ആകുമ്പോൾ കുറച്ച് സമയം മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് നനച്ചു വെക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കണ പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നനച്ചപ്പം തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ ഞാൻ തൂക്കിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാകുമ്പോഴത്തേന് പുട്ടുകുറ്റിയിൽ നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയതും പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. രാവിലെ പെട്ടെന്നാവും പുട്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഒരു വാഴൻ്റെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിലേക്കാണ് കേട്ടോ പുട്ട് ഇട്ട് കൊടുക്കുന്നത്. പുട്ട് കുത്തി കൊടുക്കല്ലേ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഈ വാഴൻ്റെ ഇലയ്ക്ക് പുട്ട് കുത്തിയിടുന്നത് കാണുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ പച്ച ഇലയ്ക്ക് ഇങ്ങനെ വെള്ള പുട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. ഇട്ട് കൊടുക്കല്ലേ, പുട്ട് കുത്തി കൊടുക്കാന്നല്ലേ നമ്മൾ പറയാം. എന്തായാലും ഞാൻ പുട്ടൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ. പുട്ടാവുമ്പം വേഗം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാൻ. ഇനിയിപ്പോൾ നമുക്ക് കറിയും കൂടെ റെഡിയാക്കി എടുക്കണം. കുക്കറൊക്കെ കുറേ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിന് കേട്ടോ. എത്ര വിസിലാന്നൊന്നും ഞാൻ എണ്ണിയിട്ടില്ല. അപ്പോൾ എന്തായാലും കടലേക്ക് വന്നിട്ടുണ്ടാവും. കുറേ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന് കേട്ടോ. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് മസാല ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ തേങ്ങ അരച്ചതും അതിൽ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ബീഫ് മസാല അല്ല ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. കടല അടി പിടിച്ചിട്ടില്ല എന്തായാലും. അങ്ങനെ ആ കടല അതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല കുറുകിയ കറിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ട്. ഇനി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ കറി അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് പിന്നെ അതാ നമ്മളെ വാഴൻ്റെലിയിൽ കാണുന്ന പുട്ടില്ലേ, പുട്ടിന് നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളെ മക്കളെ സ്കൂൾ ബസ്സൊക്കെ നേരത്തെ വരും. അപ്പോൾ അതാ ഒക്കെ സ്കൂൾ പോകാൻ റെഡിയായി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ കിച്ചണിൽ ഭയങ്കര പടയക്കാർ കേട്ടോ. മദ്രസ ഇല്ലാത്തതുകൊണ്ടേ മക്കളും 4 ആളും ഉണ്ടാവും. മറ്റേത് നമ്മൾ ഐഫക്കുട്ടി റിച്ചും രാവിലെ മദ്രസ ഉണ്ടാവുന്നതുകൊണ്ട് അങ്ങനെ പോവും. പിന്നെ ചിഞ്ചുമോളും മഞ്ജുമോളും ഉണ്ടാവുള്ളൂ. ഒരു 2 ആളും പിന്നെ അങ്ങനെ ഒച്ചയും വിളി ബഹളമൊന്നും ഉണ്ടാവില്ല. ഐഫക്കുട്ടി റിച്ചും ഉണ്ടാകുമ്പോൾ നല്ല ഒച്ചയും വിളി ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുത്തു. ഞാനും ഓരോ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഒരു കഷ്ണം പുട്ടും കടലക്കറിയൊക്കെ ആക്കി കൊടുത്തിക്കണം കേട്ടോ പാത്രത്തിൽ. അങ്ങനെ മക്കളെയൊക്കെ സന്തോഷത്തോട്